എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ നമുക്ക് കഴിയും. പലരും യേശുവിനെ കാണുന്നത് പല നിലയിലാണ്. ചിലർ യേശുവിനെ ഒരു നല്ല ഉപദേഷ്ടാവായിട്ടാണ് കാണുന്നത്. ചിലർ യേശുവിനെ ഒരു വീരപുരുഷനായിട്ടാണ് കാണുന്നത്. വേറെ ചിലർ യേശുവിനെ രക്തസാക്ഷിയായിട്ടാണ് കാണുന്നത്. അപ്പം ആളുകളുടെ കാഴ്ചപ്പാട് പല നിലയിലാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. അപ്പം അവിടെ യേശുവിനെ നോക്കുവിൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ താൻ 3-ാം അധ്യായത്തിൽ പറയുകയാണ് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ എന്ന് പറയുകയാണ്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് യേശുവിനെ നോക്കേണ്ടത്? യേശുവാണ് നമ്മുടെ രക്ഷകൻ, യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. എങ്ങനെയാണ് യേശുവിനെ നോക്കേണ്ടത്? ശ്രദ്ധിച്ച് നോക്കുവാനിടയായിത്തീരണം. ഒന്നാമത്, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. ഒന്ന് വായിക്കൂ. ഒന്ന്, യേശു വിശ്വസ്തനായിരുന്നു. അവിടെ നാം വായിച്ച വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ. യേശു ആരെ പോലെയാണ് കമ്പാരിസൺ ചെയ്തിരിക്കുന്നത്? ആരെ കുറിച്ചാ? യേശു മോശയെ പോലെ വിശ്വസ്തനായിരുന്നു. അപ്പൊ മോശയെ കുറിച്ച് പറയുക. മോശ എങ്ങനെയാണ്? ദൈവിക കാര്യങ്ങളിൽ മോശ വിഷയത്തിൽ ദൈവഭവനത്തിൽ ഏറ്റവും വിശ്വസ്തനായിരുന്നു മോശ. അതുപോലെ യേശുവും വിശ്വസ്തനായിരുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതായ സമയത്ത് അവിടെ മോശയെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം മോശയോട് അരുളി ചെയ്തതുപോലെ മോശ ചെയ്തു. ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെ മോശ അത് ചെയ്തു. അപ്പം ദൈവിക വിഷയങ്ങളിൽ മോശ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് മോശയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് മോശയെ എടുത്ത് അവിടെ കാണിച്ചിരിക്കുന്നത്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു എന്ന് പറയുകയാണ്. മോശയെക്കുറിച്ച് പറയുന്നത്, മോശ എന്തുകൊണ്ടാണ് വിശ്വസ്തനായിരുന്നേ? മോശ, നമ്മൾ പറയും മോശയ്ക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ? ദൈവം ഒരു മാതൃക കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അണുവിട തെറ്റാതെ അതുപോലെ ചെയ്യും. ഒരു മോഡൽ കാണിച്ചിട്ട് പറഞ്ഞാൽ അത് ചെയ്യും. ദൈവം അരുളി ചെയ്യുന്നത് അതുപോലെ ഒരു വള്ളി പുള്ളി തെറ്റാതെ മോശ അത് ചെയ്യും. എന്താ, മോശയ്ക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ? അല്ല. മോശയെ പോലെ ബുദ്ധിമാനാരാ? മോശയെ പോലെ അറിവുള്ളവനാരാ? മോശ, വചനം പറയുന്നത് മോശയെ പോലെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന് പറയുകയാണ്. പക്ഷെ മോശയുടെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക കാര്യങ്ങളിൽ മോശ വിശ്വസ്തനായിരുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അനന്തരം യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. രണ്ടാമത് യേശുവിൽ കാണുന്ന, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യം, ആത്മാവിനാൽ നടത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെ. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. നാം രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരുവന് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയാൻ കഴിയുകയില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ടുണ്ട്. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ,
അതിനുശേഷം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ആത്മാവാണോ നടത്തുന്നത്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ? ഇന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. റോമലേഖനം 1:9 വായിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. റോമർ 1:9. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. പൗലോസ് എങ്ങനെ ആത്മാവിക്കുന്നത്? തൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. നമ്മുടെ ആരാധന എങ്ങനെയാ? നമ്മൾ ആത്മാവിലാണോ ആരാധിക്കുന്നത്? ശ്രദ്ധിക്കൂ, അതോ നാം പഠിച്ചു വെച്ച കാര്യങ്ങൾ അനുദിനം ചെയ്തു പോരുകയാണോ? നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തൂ. നാം അനുദിനം ഓരോ ദിവസവും ചെയ്തു വെച്ച കാര്യങ്ങൾ, പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ അനുവർത്തിച്ചു വരികയാണോ? പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. ആത്മാവിൽ ആരാധിക്കുന്ന ആളുകളാണോ നമ്മൾ? അവിടെ യോഹന്നാന്റെ സുവിശേഷം എടുക്കേണ്ട 4:23-24 നമ്മൾ വായിക്കുമ്പോൾ, യേശു ആ കിണറിന്റെ അടുക്കൽ ചെന്ന് സമരിയാക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്നതിനിടയിൽ യേശു പറയുന്ന വാക്ക് ഉണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം, അല്ലെ? ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിൽ ആരാധിക്കണം, സത്യത്തിൽ ആരാധിക്കണം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഗലാത്യർ 5:16 വായിച്ച്, അപ്പൊ അവിടെ പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മൾ അവിടെ വായിച്ചു, യേശുവിനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കുവാൻ ആത്മാവ് നടത്തി. മരുഭൂമിയിൽ ചെന്നതായ സമയത്ത് അവിടെ ഒരു പരീക്ഷ ഒന്നാമത് കർത്താവിന് മുമ്പിൽ വന്നു. എന്താണ്? ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് പരീക്ഷകൻ വന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പം എന്ന് പറയുന്നത് തൻ്റെ ജഡത്തിന്റെ ശരീരത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ശരീരത്തിന്റെ ആവശ്യമാണോ ആത്മാവിന്റെ ആവശ്യമാണോ യേശു പ്രാധാന്യം കൊടുത്തത്? യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടത്രേ ജീവിക്കുന്നത്. അപ്പം ജഡത്തിന്റെ അഭിലാഷത്തെ മാറ്റുവാൻ യേശുവിനെ സഹായിച്ചത് യേശു ആത്മാവിനാൽ നടത്തപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. നമ്മളെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിത അനുഭവം നമുക്കുണ്ടാകണം. അതിന്റെ 17-ാം വാക്യം വായിച്ച് അവിടെ പറയുകയാണ്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, അല്ലേ? അവിടെ പറയുന്ന രണ്ടും പ്രതികൂലമായിരിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ആത്മികമായ ഒരു നടത്തിപ്പ്, പരിശുദ്ധാത്മാവിനാൽ നടത്തിപ്പിന്റെ ഒരു ജീവിത അനുഭവം നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടാവും. നമ്മൾ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നതൊക്കെ ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ ചോദിക്കുക, പഠിച്ചു വെച്ച പ്രാർത്ഥനയും പഠിച്ചു വെച്ച ആരാധനയും പഠിച്ചു വെച്ച പാട്ടുമാണോ നമ്മുടെ ജീവിതത്തിൽ? അതോ അനുദിനം പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഒരു പ്രാക്ടീസ് നമുക്കുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് നമുക്കുണ്ടോ എന്ന് ചോദിക്കുക. നമ്മുടെ പാട്ടുകൾ പോലും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡയറക്ഷൻ ആവശ്യമാണ്. നമ്മൾ സങ്കീർത്തനം തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഡയറക്ഷൻ നമുക്കുണ്ടാവണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണമെന്ന് പറയുകയാണ്. 25-ാം വാക്യം വായിച്ച് ഗലാത്യർ 5:25. അവിടെ പറയാ, ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മ നിറവിൽ നമ്മുടെ ജീവിതം നടത്തപ്പെടണമെന്ന് പറയും. നമുക്ക് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു നിമിഷം ഒന്ന് വിചിന്തനം ചെയ്ത്, നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ചാണോ മൂവ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണോ നടക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. പൗലോസ് ആത്മാവിനാൽ നടത്തപ്പെട്ട മനുഷ്യനാണ്. പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആസ്യയിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കി എന്ന് നമ്മൾ വായിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളോട് വിലക്കും. ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വിലക്കും. നമുക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മെ എന്തെങ്കിലും വിലക്കുന്നുണ്ടോ? എന്നും വിലക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമുക്ക് എത്ര പവിത്രതയോടെ വേണം മേശയിലേക്ക് കരം നീട്ടുവാൻ. പരിശുദ്ധാത്മാവ് നിന്നെ എത്ര പ്രാവശ്യം വിലക്കിയിട്ടുണ്ട്. അയോഗ്യമായി നീ ആ ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. നമ്മൾ ആ വിലക്കനുസരിച്ചിട്ടുണ്ടോ?
എത്രയോ പ്രാവശ്യം ഹൃദയം തഴമ്പിച്ചു പോയ അവസ്ഥയല്ലേ, ഉദാസീനതയോടെയല്ലേ, അലസതയോടെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് പ്രിയമുള്ളവരെ നമുക്ക് വേണം. പൗലോസിനെ പരിശുദ്ധാത്മാവ് വിലക്കി. അതുപോലെ തന്നെ യേശുവിനോട് പറയുകയാ, പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. അപ്പം അദ്ദേഹം ചോദിച്ചു, ഫിലിപ്പോസ് ചോദിച്ചില്ല, എന്തിനാണ് കർത്താവേ നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്നത്? പോകണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവൻ നിർജ്ജന പ്രദേശത്തേക്ക് പോയി. അപ്പോഴാണ് തേരിൽ ആ മനുഷ്യൻ വരുന്നത്. അവനോട് സുവിശേഷം പറയുവാൻ ദൈവം അറിഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവ് പോകുവാൻ പറഞ്ഞാൽ പോകുന്ന ഒരു ജീവിതാനുഭവം, പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്ന ഒരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം നമുക്ക് വളരെ വേഗം പറഞ്ഞ് നമുക്ക് യേശുവിനെ പോലെ ആകണോ? യേശുവിനെ പോലെ ജീവിക്കണമോ? യേശുവിനെ ആത്മാവ് നടത്തി. മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ് പോയത്, മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത്. ചിലപ്പോൾ അങ്ങനെ അനുഭവം വരും, പക്ഷേ ആത്മാവിനാൽ യേശു നടത്തപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിപ്പാനിടയാകണം. മൂന്നാമത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:10, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൂന്നാമത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയുന്നത് യേശു തൻ്റെ ദൗത്യത്തിലെല്ലാം വിശ്വസ്തനാണ്. യേശു എന്തിനു വേണ്ടിയാണോ ഭൂമിയിലേക്ക് വന്നത്, ആ ദൗത്യം നിറവേറ്റുവാൻ അവൻ വിശ്വസ്തനായിരുന്നു. യേശു എന്തിനാ വന്നെന്നാ പറഞ്ഞേ? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് യേശു വന്നത്. യേശുവിന്റെ ദൗത്യം അതാ അല്ലേ. അതിന്റെ 10-ാം വാക്യത്തിൽ അതാ പറഞ്ഞത്. യേശു പറയാ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ പരീശന്മാരെന്തു പറഞ്ഞു? 7-ാം വാക്യം വായിച്ചേ. അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു. ഈ മനുഷ്യനെ യേശു ചുങ്കക്കാരനായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി. യേശുവിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ ചുങ്കക്കാരനും പാപിയായ മനുഷ്യനെ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം, രക്ഷയിലേക്ക് കൊണ്ടുവരണം. ഈ പരീശൻ എന്നാ പറഞ്ഞ? പരീശന്മാരന്നേരം അവന്മാർ ആലോചന കൂടി, പരീശന്മാരെല്ലാം കൂടെ കമ്മിറ്റി കൂടിയിട്ട് എന്തു പറഞ്ഞു? ഇപ്പൊ യേശു എങ്ങോട്ടാ പോകുന്നതെന്നാ പറഞ്ഞേ? ഈ പാപിയായ ചുങ്കക്കാരനായ മനുഷ്യനെ ഈ പുള്ളിയെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകുമോ എന്ന് ഉമ്മാർ കമ്മിറ്റി കൂടുക. നിങ്ങൾ നോക്കണമേ, ആ നിലയിൽ ആരെങ്കിലും വരുമോ ഇതിനകത്ത്? യേശുവിൻ്റെ അടുക്ക് വരുമോ? യേശു അവന്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, സക്കായേ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തില് വസിക്കാൻ പോകും. യേശുവിന്റെ കാര്യമാണ്. യേശു അങ്ങനെയാണ്. എന്താണ്? യേശു തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിൽ യേശു വിശ്വസ്തനായിരുന്നു. നമ്മളെ ദൈവമേൽപ്പിച്ച ദൗത്യം നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ആ ഗോൾ നമ്മളത് ചെയ്യുവാൻ വിശ്വസ്തനാണോ? യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ വന്നിരിക്കുന്നത്. യേശുവിന്റെ ദൗത്യം എത്ര വിശ്വസ്തരാണ്. ഞാൻ പാപിയെ തേടിയാണ് വന്നത് എന്ന് യേശു പറഞ്ഞു. യേശു പിന്നീട് ഒരിക്കൽ കിണറിന്റെ അരികിൽ ചെന്നിരുന്നത് യേശുവിനെ ദാഹിച്ചിട്ടല്ല. യേശു ഈ ജീവജല നദിയായിരിക്കുന്ന യേശുവിനെ ദാഹിച്ചിട്ടല്ല കിണറിന്റെ അടുക്കൽ, സമരിയാക്കാരിയുടെ ആ കിണറിന്റെ അടുക്കൽ പോയിരുന്നത്. പിന്നെ എന്തിനാ? ആരെ പ്രതീക്ഷിച്ചായിരുന്നേ? പാപി എന്നെയായ ഒരു സ്ത്രീ സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വരുമെന്നും അവളെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്നുമുള്ള ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ യേശു തൻ്റെ ദൗത്യത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ യേശു മറ്റൊരിക്കൽ പറഞ്ഞു, രോഗിക്ക് അത്രേ വൈദ്യനെ കൊണ്ട് ആവശ്യം, ഞാൻ ദീനക്കാരെ അത്രേ തേടി വന്നിരിക്കുന്നത്. അപ്പൊ യേശു എപ്പോഴും തൻ്റെ ദൗത്യത്തിൽ താൻ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നു. അപ്പം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് എബ്രായലേഖനകാരൻ പറഞ്ഞതുകൊണ്ടാണ്. എന്താണ്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്ന് കാണാം, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ യേശു സകലത്തിലും വിശ്വസ്തനായി. രണ്ടാമത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട ഒരു ജീവിതമാണ്. തൻ്റെ ജീവിതകാലം മുഴുവൻ ആത്മാവിനാൽ നടത്തപ്പെട്ട ജീവിതം. ദൈവമക്കളായ നമ്മളും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത അനുഭവം നമുക്കുണ്ടാകണം. മൂന്നാമത് യേശു പറഞ്ഞു, എന്താണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂന്നാമത് കാണുന്നത്? യേശു പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ വിശ്വസ്തനായിരുന്നു.